പ്രദീപ് നായകിനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രമായ ഡ്രാഗൺ എന്ന ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് 148 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടി തിയേറ്ററൊക്കെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. ഈ ഒരു ചിത്രത്തിന് ശേഷമുള്ള പ്രദീപിന്റെ ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ അപ്ഡേറ്റ് നാളെ രാവിലെ 11 മണിക്ക് പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ടോവിനോ തോമസ് നായകിനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നരിവേട്ട എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ഏറ്റവും പുതിയ പോസ്റ്റർ ഒരു ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ വരുന്ന മെയ് മാസമായിരിക്കും ചിത്രം വേൾഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുക. മമ്മൂക്ക നായകിനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബസൂങ്ക എന്ന ചിത്രം വരുന്ന ഏപ്രിൽ 10 വേൾഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ രാത്രി 8 മണിയോടെ റിലീസിനെത്തിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യൽ തന്നെ ചിത്രത്തിന്റെ ടീം ഏറ്റവും പുതിയൊരു പോസ്റ്റ് വഴി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരൊറ്റ ടീസറിലൂടെ തന്നെ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ട്രെയിലർ വരുമ്പോൾ അതിൽ കൂടുതൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലാലേട്ടൻ നായകിനെ ഇനിയും പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഫാമിലി എന്റർടൈനർ ചിത്രമാണ് തുടരും എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തെ കുറിച്ച് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ദൃശ്യം മോഡുള്ള ഒരു ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലാലേട്ടൻ ഈ ഒരു ചിത്രത്തെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിൽ ദൃശ്യം പോലെ ഇൻവെസ്റ്റിഗേഷൻ കാണുമെന്ന് തോന്നുന്നില്ല, എന്നാൽ ഒരു കിടിലൻ ഫാമിലി എന്റർടൈനർ ചിത്രം തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞത്. രജനീകാന്ത് നായകിനെ ഇനി തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം. ജയിലർ ചിത്രത്തിന്റെ ഒന്നാം ഭാഗം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം വേൾഡ് വൈഡ് കളക്ഷനെ 618 കോടി രൂപയോളം ഈ ഒരു ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ഓളം ഉണ്ടാക്കിയ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ലാലേട്ടന്റെ ക്യാരക്ടർ. ലാലേട്ടന് ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിലെ ലാലേട്ടനെ കുറിച്ച് ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതുവരെയായിട്ടും അവിടുന്ന് കോളൊന്നും വന്നിട്ടില്ലെന്നാണ്. അവർ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. വിളിച്ചാൽ തീർച്ചയായും ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഭാഗമാകുമെന്ന് ഇപ്പോൾ ലാലേട്ടൻ തന്നെ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. നിലവിൽ ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ലാലേട്ടൻ നായകിനെ ഇനി തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എമ്പുരാൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ക്ലാഷ് റിലീസായി അന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന വിക്രം ചിത്രമാണ് വീര ധീര സൂര എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിനും തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു റിലീസിനൊക്കെ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിക്രം നായകനെ എത്തുന്ന വീര ധീര സൂര ചിത്രമായാലും ലാലേട്ടന്റെ എമ്പുരാൻ ചിത്രമായാലും 125 സ്ക്രീനിലായിട്ടാണ് തമിഴ്നാട്ടിൽ റിലീസിനെത്തുന്നത്. ഏകദേശം 81 ലക്ഷം രൂപയോളം എമ്പുരാൻ ചിത്രത്തിന് അവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വീര ധീര സൂര ചിത്രത്തിലോട്ട് വരികയാണെങ്കിൽ ചിത്രത്തിന് ഏകദേശം 50 ലക്ഷം രൂപയോളമാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എമ്പുരാൻ ചിത്രത്തിന് തമിഴ്നാട്ടിൽ ഏകദേശം 436 ഷോസോളം ചാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ വീര ധീര സൂര ചിത്രം ഏകദേശം 615ഓളം ഷോസും ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഷോസിൽ ഏറ്റവും കൂടുതൽ വീര ധീര സൂര ചിത്രമായാലും അവിടെ പ്രീസെയിലൊക്കെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നത് എമ്പുരാൻ ചിത്രം തന്നെയാണ്. എല്ലായിടത്തും ഇപ്പോഴും എമ്പുരാൻ ചിത്രത്തിന് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് ഡേ വലിയൊരു കളക്ഷൻ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. എമ്പുരാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.